ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ലിവർ ഡിസീസ് സ്റ്റേജ് 1 ആണെങ്കിലും സ്റ്റേജ് 4 ആണെങ്കിലും നമ്മൾ ഏതിലും നമ്മൾ ബോഡിയെ കറക്റ്റ് ചെയ്യാനാണ്. അതിൻ്റെ കൂടെ എത്ര രോഗങ്ങളുണ്ടെങ്കിലും നമ്മൾ ബോഡിയെയാണ് കറക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അവിടെ ലിവർ സെൽസിനെ മാത്രമല്ല, നമ്മുടെ ബ്രെയിൻ എല്ലാ നമ്മൾ ഈ ഫുഡും കറക്റ്റായിട്ടുള്ള ന്യൂട്രിഷൻ കൊടുക്കുന്നു, ടോക്സിൻസ് കുറയ്ക്കാൻ ശ്രമിക്കുന്നു. ഓൾറെഡി അടിഞ്ഞിരിക്കുന്ന ടോക്സിൻസ് ആണെങ്കിലും ഈ ഫുഡ് കഴിച്ചാൽ മാത്രം പോരാ. അത് കറക്റ്റ് ആയിട്ടുള്ള എക്സർസൈസ്, നമ്മുടെ ആക്ടിവിറ്റീസ് നമുക്ക് നമ്മുടെ ബോഡിയെ കൊണ്ട് ബേസിക്കലി നമുക്ക് വോളണ്ടറി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സിനെ കൊണ്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നത് മെയിൻലി നമ്മളുടെ മസിൽസ് ആണ്. അപ്പം മസിൽസിനെ കറക്റ്റ് ഫോർമാറ്റിൽ എക്സർസൈസ് ചെയ്യിപ്പിച്ച് നമ്മുടെ ഹോൾ ബോഡിയിലേക്ക് ബ്ലഡ് എത്തിക്കുക എന്നുള്ളതാണ്. ബ്ലഡിൽ കൂടെ ആണല്ലോ ന്യൂട്രിഷൻ എല്ലാം എത്തുന്നത്. അപ്പം നമുക്ക് ലിവറിലേക്ക് മാത്രം എന്താ വേണ്ടി, എനിക്ക് ലിവർ ഡിസ് പലപ്പോഴും പല പേഷ്യൻസും പറയും, ഡോക്ടർ എനിക്ക് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉണ്ട്, എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ ബോധേഡേ അല്ല, അതൊക്കെ ഞാൻ മരുന്നിൽ കൺട്രോൾഡാണ്, പക്ഷേ എനിക്ക് എൻ്റെ ലിവറിന് മാത്രം കറക്റ്റ് ചെയ്യണം, അതാണ് പ്രശ്നം. പക്ഷെ അതുകൊണ്ട് അങ്ങനെ ലിവറിന് മാത്രമായിട്ടല്ല നമുക്ക് ചെയ്യാൻ പറ്റുക. നമുക്ക് ലിവർ ഡിസീസിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? ഈ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും അതുകൊണ്ട് വന്നിരിക്കുന്നത്, അതിനുവേണ്ടി കഴിച്ച മരുന്നുകളും കാരണമാണ് നമ്മൾ ലിവർ ഡിസീസിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും മരുന്നില്ലാതെ കൺട്രോൾ ചെയ്ത് നമ്മൾ ലിവറിനെ റിവേഴ്സ് ചെയ്യാൻ നോക്കണം. അപ്പം ആദ്യം നമുക്കിപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ബ്ലഡ് ഷുഗറാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഷർ കൺട്രോൾ ചെയ്യാം. അത് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാം. പ്രഷറും ഒക്കെ പാരലി കുറഞ്ഞു വരുമെന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ലിവറിന് റീജനറേറ്റ് ചെയ്യാനുള്ള സമയവും കൂടെ കൊടുക്കണം. അപ്പോൾ സിംറ്റമാറ്റിക്കലി അല്ലെ ബ്ലഡ് ടെസ്റ്റിൽ കൂടെ കാണുന്ന കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് കറക്റ്റ് ചെയ്യും. ഈവൻ ലിവറിൻ്റെ എൻസൈംസ് SGOT, SGPT ഒക്കെ കൂടിയിരിക്കുന്നതൊക്കെ, ഈവൻ ബിലിറൂബിനൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്, അതൊക്കെ ഫാസ്റ്റായിട്ട് തന്നെ കുറഞ്ഞു വരും. വിതിൻ വീക്സ് നമുക്ക് അതിൻ്റെയൊക്കെ റിസൾട്ട് കാണാൻ പറ്റും, ആഴ്ചകൾ. മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം, തെളിവുണ്ടാവണം. നമ്മൾക്ക് ഈ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് എന്താ തെളിവ്, അതാണ് എല്ലാവരും നോക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ, അല്ലെങ്കിൽ തന്നെ നമ്മൾ ബോഡിയെ മനസ്സിലാക്കാൻ ടെസ്റ്റുകൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോഗ്രസ് അസസ് ചെയ്യാനായിട്ടും ടെസ്റ്റുകൾ ചെയ്യണം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് പേഷ്യൻസിൻ്റെയും കോൺഫിഡൻസ് കൂടും. ശരിയാണ്, റിപ്പീറ്റ് ടെസ്റ്റുകൾ വരുമ്പോൾ അതിനൊരു കോസ്റ്റ് വരും. പക്ഷേ നമുക്ക് ഇന്ത്യയുടെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കൊക്കെ ടെസ്റ്റുകൾ റീസണബിളി ഇതായിട്ട് കിട്ടും, അവൈലബിൾ ആണ്. അപ്പം അതാണ് നമുക്ക് പേഷ്യൻസ്, ഈ പുറം രാജ്യങ്ങളിൽ നിന്നുള്ള പേഷ്യൻസിൻ്റെ നമ്മൾ കാണാറുണ്ട്, അവർക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ടെസ്റ്റും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് അവർക്ക് ആ ഇൻഷുറൻസിന്റെ പ്രോട്ടോക്കോളിൽ കൂടെ ഒക്കെ പോയി പ്രൈവറ്റ് ആയിട്ട് ചെയ്തു പോകുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇൻഷുറൻസ് പ്രോട്ടോക്കോളിൽ കൂടെ പോയി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഈസി ഒന്നുമല്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെസ്റ്റുകളൊക്കെ വളരെ ഫ്രീ എന്നല്ല, നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോലും അത്രയും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് വരുന്നില്ല. പക്ഷേ എന്നാലും നമ്മൾ മറ്റു രാജ്യങ്ങളിലെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ എക്കണോമിക്കാണ്, അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് നമുക്ക് എടുത്ത് നമ്മൾ ഇപ്പം നമുക്ക് ഈ ക്ലിനിക്ക് നമുക്ക് വേറെ ഒരിടത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഇത്ര ഫാസ്റ്റായിട്ട് ഇങ്ങനെ ഒരു ക്ലിനിക്കൽ സപ്പോർട്ടോടെ, കാരണം അതൊരു പ്രത്യേക രീതിയിലുള്ള പ്രോട്ടോക്കോളിൽ കൂടെ പോയി പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്ത് അവരെ മനസ്സിലാക്കി കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്നത്.